ശരിക്കും ബിസിനസ് ചെയ്യുന്ന കാർ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന GST തിരിച്ചെടുക്കാൻ നിയമത്തിൽ വഴികളുണ്ടോ സാർ? പ്ലീസ് എക്സ്പ്ലെയിൻ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മാരുതിയുടെ 800 ഓടിച്ച് നടക്കുന്ന ഒരാളോട് മെഴ്സിഡസ് ബെൻസിനെ റിവ്യൂ ചോദിച്ചിട്ട് ഒരു കാര്യം അറിയുന്നുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, കാറിന്റെ പുറത്ത് GST തിരിച്ചെടുക്കാനുള്ള വഴി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ. സപ്പോസ് ഞാൻ ഒരു ലാൻഡ് ക്രൂസർ വാങ്ങിയെന്ന് വിചാരിക്കുക, ഏകദേശം ഒരു 60 ലക്ഷം രൂപയോളം GST ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അസ്യം എനിക്ക് ഒരു ബ്രദർ ഉണ്ട്, പുള്ളി ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഞാൻ എന്റെ സ്വന്തം അനിയന് ഈ ലാൻഡ് ക്രൂസർ ഒരു 5 കൊല്ലത്തേക്ക് ലീസിന് കൊടുക്കുന്ന പോലെ ഒരു ലീസ് എഗ്രിമെന്റ് ഉണ്ടാക്കും. ഇനി എനിക്ക് ഈ കാറിന്റെ പുറത്ത് 60 ലക്ഷം രൂപ GST എന്റെ GST രജിസ്ട്രേഷനിലൂടെ എനിക്ക് തിരിച്ചെടുക്കാം. അതിനിപ്പോൾ കാർ EMI ആണ് വാങ്ങിച്ചെങ്കിൽ കൂടെ തിരിച്ചെടുക്കാം. ആരും നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം GST നിയമത്തിലെ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പറയുന്നത് നിങ്ങളുടെ കാർ നിങ്ങൾ മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാറിന്റെ മുകളിലുള്ള GST നിങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്നാണ്. അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ടോട്ടലി മിസ്റ്റേക്ക് ആണ്. ഒരു റെന്റൽ ബിസിനസ് നടത്തുന്ന ആൾ അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ കളർ യെല്ലോ ആൻഡ് ബ്ലാക്ക് ആയിരിക്കണം. നിങ്ങൾ എടുക്കുന്ന വാഹനത്തിന്റെ കളർ വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് റെന്റൽ ഗണത്തിൽ വരില്ല. ഒന്നും റെന്റ് അതല്ലെങ്കിൽ ലീസ് ബിസിനസ് നടത്താൻ നിങ്ങൾ ആകെ യൂസ് ചെയ്യുന്നത് ഒരു വെഹിക്കിൾ. ലാൻഡ് ക്രൂസർ വാങ്ങിയ സമയത്ത് നിങ്ങൾ കൊടുത്ത ടാക്സ് 60 ലക്ഷം രൂപ. ലീസ് അഗ്രിമെന്റ് നിങ്ങൾ കാണിക്കുന്ന എമൗണ്ട് ലീസ് എമൗണ്ട് വെറും 1000 രൂപ. ഞാൻ പറഞ്ഞതല്ല, നോട്ട് ദ കമന്റ്. ഒരു വർഷത്തിൽ 12,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് 2160 രൂപ. 5 വർഷത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് 10,800 രൂപ. നിങ്ങൾ ഇവിടെ സേവ് ചെയ്ത 59,89,200 രൂപ.